ദല്ലാൽ നന്ദകുമാർ വൻകിട കോർപ്പറേറ്റ് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ നമ്മുടെ അൻസിബയാണ് കേട്ടോ. തീർത്ഥാടനത്തിന് പോകുന്നവർക്ക് വേണ്ടി പുള്ളിക്കാരി കൊടി വിടുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നത്. ആരും മിസ് ചെയ്യരുത്, മൊത്തം ഈ വീഡിയോ ഇരുന്ന് കാണണം. നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ വീഡിയോ കാണാത്തവർ ആയിരിക്കും ഭൂരിഭാഗം പേരും. ഓക്കെ, എന്തായാലും നമുക്ക് കാര്യത്തിലോട്ട് കൊടുക്കാം. ഇവിടെ അതുല്യ എന്ന് പറഞ്ഞൊരു കഥാപാത്രം കയറി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന സെക്യൂരിറ്റി അതൊക്കെ ഒരുമാതിരി സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് ഒരു ഏപ്പടത്തിൻ്റെ സ്റ്റോറി പോലെ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് ഉള്ള കാര്യം പറഞ്ഞല്ലോ. ഈ കഥ സത്യത്തിലാണ് നമ്മൾ ശരിക്കും ചർച്ച ചെയ്യേണ്ടത് അമ്പലത്തിൻ്റെ അവിടെ നിന്ന്. അവിടാണ് ഈ കഥ ഇപ്പം നിന്നിട്ട് ഈ കഥ വേറൊരു രീതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതിൽ വരുന്നു, അതിൽ കണ്ടന്റ് ആക്കുന്നു, അന്നത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെ ദിവസം അത് ചർച്ചയാവുന്നു. പക്ഷെ ഇവിടെ സംസാരിക്കേണ്ട കാര്യം നമ്മൾക്ക് മെയിനായിട്ടുള്ളത് ഈ പറയുന്ന വ്യക്തിയെ കുറിച്ചാണ്. ആരായിരിക്കും ഒരു വ്യക്തി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നന്ദകുമാർ സ്പോൺസറാണ്. പുള്ളിക്കാരന് 75 ലക്ഷം രൂപയാണ്. 75 ലക്ഷം രൂപയാണ് ഈ അമ്മയ്ക്ക് വേണ്ടി കൊടുത്തത്. ഞാൻ പുള്ളിയുടെ അമ്പലം ഞാൻ നോക്കിയായിരുന്നു. ആ അമ്പലത്തിലാണ് എല്ലാ നടനും നടിമാരും വരുന്നുണ്ട്. കൊച്ചൊരമ്പലമാണ് അവിടെ, കൊച്ചൊരമ്പലം. ഇവിടെ എല്ലാ നടനും നടിമാരും ഒക്കെ വരുന്നുണ്ട്. പിന്നെ പുള്ളിക്കാരൻ്റെ കാര്യം ഞാൻ പറയാതെ അറിയില്ല. നന്ദകുമാർ പൊളിറ്റിക്സിലാണെങ്കിലും വലിയ വലിയ നേതാക്കന്മാരുമായിട്ടൊക്കെ ഭയങ്കര നല്ല ബന്ധവും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് ചർച്ചയാവുന്നില്ല. ന്യൂസുകാരും അത് നൈസായിട്ട് അങ്ങ് വിട്ട്. എന്തുകൊണ്ട് വിട്ട്? ഇവിടെ കേസ് തിരിഞ്ഞുപോയി. ഇവിടെ ശ്വേതാമേനോന്റെ അൻസിബയുടെയും കാര്യങ്ങളൊന്നും ഇവിടെ സംസാരിക്കാറില്ല വലുതായിട്ട്. ആ അമ്പലത്തിന്റെ കാര്യം സംസാരിക്കുന്നില്ല, നന്ദകുമാറിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. നേരെ അതുല്യയുടെയും മറ്റേന്റെ ഒക്കെ അഭീത കഥയിലോട്ട് അങ്ങ് പോയി. പിന്നെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും ലക്ഷ്മിപ്രിയയുടെ ആ ഒരു രീതിയിലാണ്. ഇവിടെ സേഫ് ആയതാരാ? ഇവിടെ ശ്വേതാമേനോനാണ് ശരിക്കും എന്താ പറയണ്ടേ ഗെയിം കളിക്കുന്നത്. കാരണം ഞാൻ അറിഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് സത്യം പറഞ്ഞാൽ രാവിലെ ചെയ്യേണ്ട ഒരു വിഷയമാണ്. എനിക്ക് ഒന്നാമത് കുറച്ച് പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഞാൻ ഇച്ചിരി വൈകിയത്. ഓക്കെ, ഇപ്പോൾ ചിലപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ പാതിക്കിട്ട് നിർത്താം, എന്നിട്ട് ചിലപ്പോൾ പിന്നീട് ഞാൻ ചിലപ്പോൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് അത്രയ്ക്ക് തീരെ വയ്യാതിരിക്കുന്ന ഒരു സമയം കൂടാ. ഓക്കെ, നമ്മുടെ ശ്വേതയുടെ ഹസ്ബൻഡ് ഈ അമിത്ഷായ്ക്ക് ഈ റൈറ്റപ്പ് ഇല്ലേ ഒക്കെ ചെയ്തു കൊടുക്കുന്ന ഒരാളാണ്. പ്രസംഗവും കാര്യങ്ങളും ഒക്കെ എഴുതി കൊടുക്കാനും ഒക്കെ പുള്ളി അതൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഇവിടെ പുള്ളിക്കും ചെറിയൊരു കണക്ഷനൊക്കെ ഉണ്ടെന്നൊക്കെ ആരോ പറയുന്നു. പറഞ്ഞു മനസ്സിലായോ? കുറെ കാര്യങ്ങളൊക്കെ ഇവിടെ ശ്വേത ഹൈഡ് ചെയ്യുന്നുണ്ട്. ആ വ്യക്തിയുടെ പേര് വരാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം, എനിക്ക് അങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും ഒരു വീഡിയോ ഒക്കെ വെച്ച് തരാം. നിങ്ങൾക്ക് ആൾക്കാർക്ക് ഇപ്പം ഏകദേശമെങ്കിലും കാര്യങ്ങൾ കത്തിയെന്ന് തോന്നുന്നുണ്ട്. ഏകദേശം കാര്യങ്ങളൊക്കെ കത്തിയെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ബാക്കി കാര്യത്തിലോട്ടൊക്കെ പോവാം. മഹാശിവരാത്രി ഉത്സവത്തിന് ഒരുപാട് കഷ്ടപ്പെട്ട ആളുകളാണ് ഈ ബസ്സിന് എത്തിച്ചിരുന്നത്. അവരെല്ലാവർക്കും ഈ അമ്പലം തന്നെയാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ബാംഗ്ലൂർ പോയിട്ട് കറങ്ങി വരിക. അപ്പോൾ ഫ്ലൈറ്റിൽ പോയിട്ട് വരികയാണെങ്കിൽ അപ്പോൾ ഈ ബസ് നേരെ ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത്. നമ്മുടെ ചന്ദ്രേട്ടനാണ് കേട്ടോ ലീഡ് ചെയ്യുന്നത്. ഈ ചന്ദ്രേട്ടൻ എവിടെയാണെന്ന് ചോദിക്കുന്നത്. ചന്ദ്രേട്ടൻ വരെ കൂടുതൽ ഉണ്ടാവുന്നുണ്ടോ? ചന്ദ്രേട്ടൻ എവിടെയാണെന്ന് ചോദിക്കുന്നത്. ചന്ദ്രേട്ടൻ്റെ ബോർഡിംഗ് പാസ്സാണ്. ഒരു പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടോണ്ടായിരിക്കാം ലക്ഷ്മിപ്രിയ ചോദിച്ച, മോളെ നീ എന്താ അമ്പലത്തില്? ഒരു സ്ത്രീ ന്യൂസിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്താ മോളെ അമ്പലത്തിൽ എന്നുള്ള രീതിയില. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷമായിരിക്കും. ആ വീഡിയോ നിങ്ങൾ മൊത്തം കാണും. ഞാൻ ഷോക്കായി പോവാണ് ഈ ഒരു അമ്പലത്തിലെ ഈ നടനും നടിമാരൊക്കെ ഇത്ര ആൾക്കാർ എങ്ങനെ വരുന്നു എന്നുള്ള ഓർക്കുമ്പോൾ. അമ്പലത്തിന്റെ പേര് വെണ്ണില തൈക്കാട്ടു ശ്രീ മഹാദേവി ടെമ്പിൾ എന്നും പറഞ്ഞ അമ്പലമാണ്. അപ്പം ഈ അമ്പലത്തിൽ ഇത്രയും വലിയ വലിയ ആൾക്കാർ വരുന്നുണ്ട്. നന്ദകുമാറിന്റെ കെയർ ഓഫിലാണ് വരുന്നത്. ഓക്കെ, അപ്പം അയാൾക്കും അമ്മയായിട്ട് അത്രയ്ക്ക് ബന്ധമുണ്ട്. അത് മാത്രമല്ല പല കാര്യങ്ങളും ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. നമ്മൾ വെറുതെ അതുല്യയുടെ അവിടെ ഇവിടെയൊക്കെ അമ്മയെ നടക്കുന്ന കുറെ ക്രൂരതകൾ സംസാരിച്ചിട്ട് കാര്യമില്ല. ഈ കേസ് സത്യത്തിൽ ഇവിടുന്ന് സ്റ്റോപ്പായി, സത്യസന്ധമായിട്ട് പറഞ്ഞാല. പിന്നെ കുറേ കാര്യങ്ങൾ നമുക്കറിയാൻ കഴിഞ്ഞു. അതൊക്കെ വെച്ചിട്ടാണ് വീഡിയോ തന്നെ. എനിക്കിത് എവിടുന്ന കത്തിയെന്ന് പറഞ്ഞാൽ, ഞാൻ ആ ലൈഫ് ഓഫ് അനന്തൻ്റെ വീഡിയോ എടുത്ത് നോക്കിയപ്പോഴായിരുന്നു. ഇടയ്ക്ക് കാണും ഞാൻ പെൻഡിങ് ആയിട്ടുള്ള ചേട്ടൻ്റെ എന്തെങ്കിലും വീഡിയോസൊക്കെ കാണുന്നതാണ്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഇത് വെച്ച് പോയി. ഞാൻ പിന്നെ അത് വെച്ച് അന്വേഷിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ എൻ്റെ വേറൊരു സുഹൃത്തുണ്ട്, ഒരു യൂട്യൂബർ. അദ്ദേഹവും കൂടെ പോയി കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെ തപ്പിയെടുത്ത്. മറ്റാരുമല്ല, യൂഷ്വൽ സോയ്ക്കാണ് പുള്ളിക്കാരൻ കുറേ കാര്യങ്ങൾ ഡീറ്റെയിലൊക്കെ തപ്പിയെടുത്തുകൊണ്ട്
വന്നു. അതൊക്കെ കേട്ടപ്പോഴത്തേക്ക് ഞാനങ്ങ് ഷോക്കായിപ്പോയി. പുള്ളിയും കുറച്ച് കാര്യങ്ങൾ പുള്ളിയുടെ വീട്ടിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതും കൂടെ കണക്റ്റ് ആയപ്പം ഞാൻ ഈ അമ്പലം തേടിപ്പോയത്. ആ അമ്പലത്തിനകത്ത് കുറേ വീഡിയോസുകളാണ്. അൻസിബയുണ്ട്, അന്നാരാജനുണ്ട്, കുറേ ആൾക്കാരുണ്ട്. അതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അതുലും കൂടെ വന്നു. അതുൽ ബ്ലോഗ്സിൻ്റെ വക കുറച്ച് കാര്യങ്ങളും കൂടെ കിട്ടി. ഞാൻ ആ വീഡിയോസ് നിങ്ങൾക്ക് വെക്കാം, ബോറടിപ്പിക്കുന്നില്ല, മൊത്തം വെക്കാം. എനിക്ക് വളരെ സന്തോഷമാണ് യാത്ര സുഖകരമായി തീർത്ത് അമ്പലത്തിൽ പോകാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ചെയർമാൻ എല്ലാവരും കൊണ്ടുപോകാന്ന് പറഞ്ഞതിന് വളരെ സന്തോഷമുണ്ട്. ചെയർമാന് തൈക്കാട്ടുകളുടെ അനുഗ്രഹം നന്നായിട്ട് ഇനിയും ഉണ്ടാകട്ടെ. ഇതുമായിട്ടാണ് ഞാൻ ഫ്ലൈറ്റിൽ കയറാണ്. അപ്പോൾ നമുക്ക് ചെയർമാനോടുള്ള ഏറ്റവും കൂടുതൽ വെണ്ണല മഹാശിവരാത്രി ഉത്സവത്തിന് ഒരുപാട് കഷ്ടപ്പെട്ട ആളുകളാണ് ഈ ബസ്സിനെ എത്തിച്ചിരുന്നത്. അവരെല്ലാവർക്കും ഈ അമ്പലം തന്നെയാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ബാംഗ്ലൂർ പോയിട്ട് കറങ്ങി വരിക. അപ്പോൾ ഫ്ലൈറ്റിൽ പോയിട്ട് വരികയാണെങ്കിൽ അപ്പോൾ ഈ ബസ് നേരെ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. നമ്മുടെ ചന്ദ്രേട്ടനാണ് കേട്ടോ ലീഡ് ചെയ്യുന്നത്. ഈ ചന്ദ്രേട്ടൻ എവിടെയാണെന്ന് ചോദിക്കരുത്. ചന്ദ്രേട്ടൻ വരെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ. ചന്ദ്രേട്ടൻ എവിടെയാണെന്ന് ചോദിക്കേണ്ട അവസ്ഥ. ചന്ദ്രേട്ടൻ്റെ ബോഡി പാസ് എനിക്ക് വളരെ സന്തോഷമാണ് യാത്ര സുഖകരമായി തീർത്ത് പോകാൻ സാധിക്കുന്നത്. ഓക്കെ, വേറൊരു ഗ്രൂപ്പ്. ഓക്കെ, ഇതാരാണ്? നമ്മുടെ മറ്റേ അനുസിത്താരയോ എന്താ പറയുക പേര്? ഇത് അവരാണ്. ഞാൻ ഈ ഓക്കെ ഓക്കെ ആ നടിയുടെ ആ ഒരുപാട് ആൾക്കാരുടെ ഉണ്ട്. അൻസിബയുടെ തന്നെ നടൻ ജയസൂര്യയുടെ എല്ലാവർക്കും നമസ്കാരം. 2000 വർഷം പഴക്കമുള്ള വെണ്ണല തൈക്കാട്ട് മഹാദേവ ക്ഷേത്രം. ജയസൂര്യ, പിന്നെ മാളവിക, ഇവര് മാളവിക വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ മാളവികയും ജയസൂര്യയുടെയും ആ ഒരു പരിപാടി ഞാൻ നീലക്കുയിലെ കൂടെ കണ്ടതാണ്. അത് ഈ അമ്പലം അന്നാരാജനും വന്നിട്ടുണ്ട്. അമ്പലത്തിൽ വന്ന് പാറയിടുന്നതൊക്കെ ഉണ്ട്. കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ജഗദീഷ് എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ സ്വന്തം പൂജാമുറിയിൽ ഇരുന്ന് ഭരിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. ക്ഷേത്രത്തിൽ വരണമെന്നുള്ള ഒരു മസ്റ്റല്ല. പക്ഷെ ക്ഷേത്രത്തിൽ വരുമ്പോൾ അതൊരു സമൂഹത്തിന്റെ ഭാഗമായി മാറുന്നു. നമ്മളൊരു കൂട്ടായ്മയാണ്. അവിടെ ഭക്തിയോടെ വരുമ്പോൾ എല്ലാം അർപ്പിച്ച് ഭഗവാനിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ നിറയുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളോടെ നമ്മൾ അനുഭവത്തോടെ നോക്കിക്കാണും. അതൊക്കെയല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത്. ആ പരസ്പരമുള്ള ആ ചിന്തകൾ അതാണ് തീർച്ചയായിട്ടും നമ്മൾ നയിക്കുന്നത്. ഓക്കെ, റെഡി? അന്നാരാജൻ ക്രിസ്ത്യാനിയല്ലേ? അപ്പൊ ഈ ഇവർക്കൊന്നും ആൾക്കാർക്കൊന്നും അതൊന്നും ചോദിക്കണ്ട. എന്താ മോളെ അമ്പലത്തിൽ നിന്നൊക്കെ അൻസിബയുടെ ചോദിക്കത്തുള്ളൂ. കാരണം അൻസിബ ചില കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ. ഈ RJ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടേ. ഈ RJ എന്ന് പറഞ്ഞ വ്യക്തി എന്തൊക്കെയോ കണ്ടു, എന്തൊക്കെയോ കേട്ടു, എന്തൊക്കെയോ നമ്മുടെ അൻസിബ അറിഞ്ഞ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാന്ന് വെച്ചു. ആരുടെ? നമ്മുടെ ലക്ഷ്മി ചേച്ചിൻ്റെ. ഈ അടുത്ത സമയത്ത് ലക്ഷ്മി ചേച്ചിയുടെ കുറച്ച് വിഷയങ്ങളും ഹസ്ബൻഡുമായിട്ടുള്ള നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഇത് ഇവർ ഈ പറയുന്ന അൻസിബ ചോദിച്ചും കഴിഞ്ഞിട്ട് ഇവർ പല പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് ഭയങ്കര സ്നേഹവും സൗഹൃദവും ഒക്കെ ആയിട്ട് പോയ വ്യക്തികളൊക്കെ തന്നെ ആയിരുന്നു. പിന്നീട് ഇതെന്ത് പറ്റി? അതിനോട്ടൊന്നും ഞാൻ കൂടുതൽ സംസാരിക്കുകയൊന്നും ചെയ്യുന്നൊന്നുമില്ല. എന്തായാലും ചേച്ചിക്ക് നല്ല കുരു പൊട്ടിയിരിക്കുക. അതൊക്കെ അതിലോട്ട് ഞാൻ പോകുന്നില്ല. അതിലോട്ടൊന്നും നമുക്ക് പോകണ്ട. നമുക്ക് അമ്പലം കേസ് കേട്ടാണ്. നിങ്ങൾ ചിന്തിക്കുക, ആ ഒരു കൊച്ചു ക്ഷേത്രം ആ ഒരു ക്ഷേത്രത്തിലാണ് ഇത്ര ആൾക്കാർ വരുന്നു. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളാണ് ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യനെ പോലെ നിൽക്കുന്നെങ്കിലും ആള് ജഗയില്ലാടിയാണ്. ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് അങ്ങോട്ട് വരാം.
ഓക്കെ, ഇനി അടുത്തതാരാണ്? ഇതൊരു ഫോട്ടോയാണ്. നമ്മുടെ രമ്യ നമ്പീശന, MG ശ്രീകുമാറൊക്കെ ഉണ്ട് കേട്ടാ. പിന്നെ നമ്മുടെ എന്താ ഗുണ്ടമിനു. ഓക്കെ, ഇപ്പൊ കണ്ടില്ലേ, ഈ അമ്പലത്തിൽ മൊത്തം നടിമാരും കാര്യങ്ങളൊക്കെയാണ് അവരുമൊക്കെ ചെയ്യുന്നത്. അപ്പം വെറും ഒരു സ്പോൺസർ പരിപാടിയല്ല, മനസ്സിലായോ? വെറും ഒരു സ്പോൺസർ പരിപാടിയും കാര്യങ്ങളൊന്നുമല്ല. ഇന്ന പോലെ ശ്വേതാമേനോൻ പറഞ്ഞു ഞാൻ 75 ലക്ഷം രൂപ കൊടുത്തു. ഈ ഒരു ചർച്ചയെ പിന്നെ നടന്നിട്ടില്ല. ഈ പുള്ളി ആരാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ വെച്ചു തരാം. കോർപ്പറേറ്റ് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ പരസ്പരം കോർത്തിണക്കുന്ന ഇടപാടുകളിലൂടെ ദല്ലാൽ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന TG നന്ദകുമാർ കേരള രാഷ്ട്രീയത്തിൽ വിവാദ നായകനാവുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. VS-ഉമായുള്ള അടുപ്പം കൊണ്ടാണ് നന്ദകുമാർ പലപ്പോഴും വിവാദമുഖമായി മാറിയത്. ആലപ്പുഴ സ്വദേശിയായ TG നന്ദകുമാർ വർഷങ്ങളായി കൊച്ചിയിലെ വെണ്ണലയിലാണ് താമസം. തൈക്കാട്ട് ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് ചെയർമാൻ എന്ന നിലയിൽ പൊതുമണ്ഡലത്തിൽ അറിയപ്പെടുന്നു. ജഡ്ജിമാരും സിനിമാ താരങ്ങളും രാഷ്ട്രീയ നേതാക്കളും നന്ദകുമാറിന്റെ ബന്ധത്തിൽ ക്ഷേത്രത്തിലെ സ്ഥിരം സന്ദർശകരാണ്. EP ജയരാജൻ വിവാദത്തിലായതും ഈ ക്ഷേത്ര സന്ദർശനത്തിലൂടെയാണ്. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരടക്കമുള്ളവരിലെ സ്വാധീനം, അദാനി അംബാനി അടക്കമുള്ള വൻകിട കോർപ്പറേറ്റുകളുടെ ഇടനിലക്കാരൻ, CBI-യും ED-യും അടക്കമുള്ള അന്വേഷണ ഏജൻസികളിലെ ഉദ്യോഗസ്ഥരുടെ സ്വാധീന വലയം. നന്ദകുമാറിനെതിരായ ആരോപണങ്ങൾ ഇങ്ങനെ പോകുന്നു. ലാവ്ലിൻ കേസിൽ CBI അന്വേഷണത്തിന് ഉത്തരവിട്ട കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് VK ബാരിയുടെ ഉത്തരവ് നന്ദകുമാറിന്റെ സ്വാധീനത്തിലുള്ളതാണെന്ന് CPM-ലെ ഒരു വിഭാഗം ആരോപണം ഉന്നയിച്ചിരുന്നു. VS-ഉമായുള്ള സൗഹൃദം ചൂണ്ടിക്കാട്ടിയാണ് പിണറായി പക്ഷമെന്ന് നന്ദകുമാറിനെതിരെ ആരോപണം ഉന്നയിച്ചത്. VS-ഉമായുള്ള ആലുവ പാലസിലെ സന്ദർശനം വലിയ വിവാദങ്ങൾക്കാണ് അത് തിരികൊളുത്തിയത്. ഓക്കെ, അപ്പൊ ഈ നിൽക്കുന്ന ആള് ചിന്ന എന്നെ ഒന്നും അല്ല. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, വേറൊരു വീഡിയോ ഉണ്ടായിരുന്നു. ആ ചേച്ചിയുടെ, നമ്മുടെ ചേച്ചിയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഈശ്വര, അത് മിസ്സായെന്ന് തോന്നുന്നു. അതും കൂടെ ഒന്ന് ആഡ് ചെയ്യാമായിരുന്നു ഇതിന്റെ കൂട്ടത്തിൽ. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. ഇനി നമുക്ക് വെക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ ലക്ഷ്മിപ്രിയയുടെ തന്നെ നേരത്തെ ഒരു വീഡിയോ ഉണ്ടേ. അത് നിങ്ങളൊന്ന് ജസ്റ്റ്, ഞാൻ കഴിഞ്ഞ വീഡിയോ വെച്ചതാണ്, അന്നേരം ജസ്റ്റ് ഒന്ന് വെച്ച് തരാം. എന്ന് തോന്നുന്ന ഒരു മെസ്സേജ് അയക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ പറയാൻ പുള്ളിക്കാരി ബാധ്യസ്ഥയായിരുന്നു. ഞാൻ ഡിസംബർ 10-ാം തീയതി വന്ന മെസ്സേജിന് ജനുവരി 21 വരെ ഞാൻ പരാതി കൊടുത്തിട്ടില്ല. ജനുവരി 22-ാം തീയതി ആണല്ലോ പരാതി കൊടുക്കുന്നത്. അപ്പൊ എന്റെ ഫോണിലേക്ക് അൺനെസസറി ആയിട്ട് അയക്കുന്ന ഒരു മെസ്സേജിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഞാനല്ലേ തീരുമാനിക്കുന്നത്. അത് പരാതി കൊടുക്കേണ്ടതുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് എന്റെ ഹസ്ബൻഡ് പ്രശ്നമാക്കിയത് വിട്ടേക്കോ. എന്റെ ഫോണിലേക്ക് അങ്ങനെ അയക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പറയാമല്ലോ, എനിക്ക് നിയമപരമായിട്ട് പോകണമെങ്കിൽ എനിക്ക് അങ്ങനെ പോകാനുള്ള ഒരു അവകാശമില്ലേ. പിന്നെ 3 മണിക്കൂർ സ്റ്റേഷനിൽ ഇരുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ പോലീസ് അതോറിറ്റിയാണ് സ്ഥിരീകരിക്കേണ്ടത്. പക്ഷേ എന്റെ ഓർമ്മയിൽ 1 മണിക്കൂർ 17 മിനിറ്റും 20 സെക്കൻഡും മാത്രമാണ് ഞങ്ങൾ അവിടെ ഇരുന്നത്. ഇത്ര കൃത്യമായിട്ട് ഞാൻ ആ ടൈം ഡ്യൂറേഷൻ പറയണമെങ്കിൽ എന്റെ കയ്യിൽ അതിന് സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ട് എന്ന് കരുതിക്കോളൂ. നമ്മുടെ അൻസിബ ഈ പറയുന്ന ചേച്ചി വരുന്നതിനേക്കാളും 3/4 മണിക്കൂർ മുമ്പ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അൻസിബ 3 മണിക്കൂർ കണ്ടാ പറയുന്നത്. എന്റെ പൊന്നു ലക്ഷ്മിപ്രിയ, ഞാനൊരു കാര്യം പറയട്ടെ. ഇതുപോലുള്ള കാര്യത്തിലൊക്കെ ഈ പറഞ്ഞ നോട്ടീസോ കാര്യങ്ങളോ വല്ലതും കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഈ പറയുന്ന ചോദ്യം ചെയ്യാനാണെങ്കിലും കുറെ നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ലക്ഷ്മിപ്രിയ, പറയാൻ മനസ്സിലായോ? അതുകൊണ്ട് ഇങ്ങനെയുള്ള പേർപ്പസും കാര്യങ്ങളൊന്നും കൊടുക്കാത്തതുകൊണ്ട് ഈ പറയുന്ന കൂട്ട് 1 സെക്കൻഡ് പോലും അവിടെ നിർത്താനുള്ള ഇതില്ല. അതും കൂടെ ചേച്ചി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഡിസംബർ 10-ാം തീയതി എങ്ങാണ്ട് ഈ പ്രശ്നം നടന്ന് ചേച്ചിയുടെ ചാറ്റും കാര്യങ്ങളും പിന്നെ എന്തോ ഇതൊക്കെ കാണുകയൊക്കെ ചെയ്യും. അത് തന്നെ സംഭവം. അതീ കൊണ്ട് ജനുവരി 21 കൊണ്ട് കൊടുക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക. ഇതിൻ്റെ ഇടയിൽ ഇവർ പല പ്രോഗ്രാമും കമ്മിറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്നേഹത്തോടെ സംസാരിച്ച് മോളെ പൊന്നെ ചക്ക മലരെ തേനൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തതാണ്. പിന്നെ ഈ പൈസ ഈസയുടെ ഒക്കെ ചില കൂട്ടായ്പകളും കാര്യങ്ങളും ഒക്കെ അത് ടിനി ടോമും പറഞ്ഞിട്ടുള്ളത് ഒരു ഇന്റർവ്യൂവിനകത്ത്. ഇവർ അൻസിബയും ടിനിയും കൂടി ഇരുന്നപ്പോൾ, കാരണം അൻസിബ എല്ലാം നല്ല രീതിയിൽ വാച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുള്ള രീതിയിൽ ടിനിയും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അവൾ ജെനുവനാണ്, നേരെ നേരെ പോകുന്നുള്ള ഇത് മാത്രം. ഇത് ഈ കമ്മിയും അങ്ങനെയൊക്കെ തിന്നുന്ന ഒരു സാധനം. ഓക്കെ, ഇതൊക്കെ ഈ ഒരു കേസ് കേട്ട് ഒരു മൂലയ്ക്ക് കിടക്കേണ്ട കേസ് കേട്ടോ. പക്ഷെ അമ്പല കേസ് കേട്ട് ഈ പറയുന്ന നന്ദകുമാറിന്റെ വിഷയം, ശ്വേതയുടെ വേണ്ടപ്പെട്ട വ്യക്തി, ഇവരൊക്കെ തമ്മിലുള്ള കണക്ഷന, പല കളികളുണ്ട് ഇതിൻ്റെ ഇടയിൽ, വമ്പം കളികൾ. ശ്വേത സത്യം പറഞ്ഞാൽ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെ? ആ പുള്ളിക്കാരനെ. എടേ, ഇത് നിങ്ങളറിയാത്ത ഒരുപാട് കളികളുണ്ടേ. നമ്മളിത് പറഞ്ഞു പോകുന്നതേ ഉള്ളു. എന്നിട്ട് പറ കുലസ്ത്രീ. നമ്മൾ രണ്ടുപേരും ഒരേ സംഘടനയിലെ അംഗങ്ങളാണ് എന്ന് വിചാരിക്കുക. നമ്മൾ സംഘടനയ്ക്ക് പുറത്ത് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് സംഘടനയ്ക്ക് അതിൽ എന്താണ് ബാധ്യത, എന്താണ് സംഘടനയാണോ അത് അന്വേഷിക്കേണ്ടത്? നമ്മൾ അത് നിയമപരമായിട്ട് നമ്മൾ നേരിടുക തന്നെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് സംഘടന സ്ത്രീയെ നിങ്ങൾക്ക് സംസാരിക്കുന്ന സംഘടനയുടെ കാര്യങ്ങളൊന്നും ഇവിടെ പറയല്ലേ. ചേച്ചിയുടെ ഗ്രൂപ്പ് കോളിങ്ങും ഗ്രൂപ്പ് ചാറ്റിങ്ങിന്റെ ഒക്കെ വോയിസ് ഇവിടെ നാട്ടുകാർ മൊത്തം കേട്ടതാ.
അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ നിലവാരം എന്താണ്, നിങ്ങൾ ഏത് രീതിയിലാണ് കാണുന്നതെന്നൊക്കെ. എന്തിനാ വെറുതെ ഇങ്ങനെ വന്നിട്ട് മീഡിയ വന്നിട്ട് വളച്ചൊടിക്കുന്നത്? ഇപ്പോൾ ഇവിടെ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. അവർ പൊട്ടന്മാരോ മണ്ടന്മാരോ ഒന്നുമല്ല ചേച്ചി, അതും കൂടെ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ പഴയത് വരെ കുത്തിപ്പോക്കി കൊണ്ടുവന്നിട്ടിരുന്നത് ഇത് കാച്ചി. ഇപ്പോൾ കണ്ടില്ലേ, ഒരു മനുഷ്യരെ പോലും കണ്ടുപിടിക്കാത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി നമ്മുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മൾ അതുപോലെ അടിച്ചണ്ണാക്കി കൊടുക്കുന്ന രീതി പെരുമാറുന്നുമുണ്ട്. ഇവർ ഭയങ്കര ബോറാണ് ഈ സ്ത്രീ. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. അല്ലാതെ ഇപ്പം എന്താ പറയാനാ. പിന്നെ അൻസിബ നമ്മൾ രണ്ടുപേരും ഒരേ സംഘടനയിലെ അംഗങ്ങളാണ് എന്ന് വിചാരിക്കുക. നമ്മൾ സംഘടനയ്ക്ക് പുറത്ത് ഒരു കാര്യം ചെയ്യുമ്പോൾ കോപ്പ് ഇത് ഞാൻ വെച്ചതാണല്ലോ അല്ലല്ലോ പറയണ്ടേ. എനിക്ക് എന്റെ ശരി എനിക്കറിയാം. ഞാൻ നാളിതുവരെ പോയിരിക്കുന്നത് എന്റെ ശരിയിലൂടെ മാത്രമാണ്. എന്റെ നിങ്ങളുടെ ശരി എല്ലാവർക്കും അറിയാം. ഊട്ടായിപ്പിന്റെ ഉസ്താദ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ചെയ്യരുത് എന്ന് വേറെ ആരും പറഞ്ഞിട്ടില്ലായിരുന്നു. നോക്കണമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിത് മെയിൽ അയക്കുകയും വാട്സപ്പിൽ ഞാൻ നോട്ട് ഇടുകയും ഒക്കെ ചെയ്തു. അപ്പൊ അതിനുശേഷമാണ് ഞാനിത് ഈ മെയിലൊക്കെ അയച്ചതിന് ശേഷം അമ്മയുടെ തന്നെ മറ്റൊരു മെമ്പർ എന്നെ വിളിച്ചു. പിറ്റേ ദിവസം എന്നെ വിളിച്ച് ചോദിച്ച ടോൺ ഇതാണ്: മോളെ നീ എന്തിനാണ് മോളെ അമ്പലത്തിലൊക്കെ നിൽക്കുന്നത്? ഞാൻ സിനിമയിലൊക്കെ ഇങ്ങനെയുള്ള ഡയലോഗ് കേട്ടിട്ടുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, ചേച്ചിനെ ഭീഷണിപ്പെടുത്താണോ? ഞാൻ അമ്പലത്തിലും പള്ളിക്കും ക്രിസ്ത്യൻ ചർച്ചിലും ഒന്നും എതിർ നിൽക്കുന്ന ആളല്ല. എന്നെ അങ്ങനെ വർഗീയവാദിയാക്കാൻ ശ്രമം നടത്തല്ലേ ചേച്ചി എന്ന് പറഞ്ഞു. ട്രോളൊക്കെ വന്നിരിക്കുന്ന ലക്ഷ്മിപ്രിയ കേട്ടോ. ആ സംസാരിച്ചത് ലക്ഷ്മിപ്രിയ എന്നുള്ള രീതിയിൽ അവരായിരിക്കും, അല്ലാതെ ആരായി ഇത്ര വിവരക്കേടും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയും. കേസ് അല്ല, ഇപ്പോൾ ഞാൻ ഈ ഒരു ചെയ്തൊരു വീഡിയോ നിങ്ങൾക്ക് എത്ര അവസാന ഭാഗത്തുള്ളൊരു എൻഡില്ലാതെ നിൽക്കുന്നൊരു വീഡിയോ ആയിരിക്കും. പക്ഷേ മെയിൻ ശ്വേത പിന്നെ ഹസ്ബൻഡ് ഇവരൊക്കെ സേഫ് ആവാൻ വേണ്ടിയുള്ള കളികളാണ്. പിന്നെ അതുപോലെ തന്നെ നന്ദകുമാർ. ഇപ്പം ആ കേസ് ആയിട്ട് ആരും ചർച്ച ചെയ്യുന്നില്ല. അതാണ് ചർച്ച ചെയ്യേണ്ടത്. എല്ലാം ലക്ഷ്മിപ്രിയ, അത് ഫോട്ടോ, മറ്റേ ആർച്ച, ഇത് മറ്റേത് മറിച്ചത്. ചേച്ചി ഒരു കാര്യം ഞാൻ പറയാം, അടിക്കുന്നവരെ നല്ല രീതിയിൽ അടിച്ച ഭസ്മമായി പോകും ഈ പറയുന്ന ഇനങ്ങളൊക്കെ, പ്രത്യേകിച്ചൊക്കെ ലക്ഷ്മിപ്രിയ. എന്നാലും കുഴപ്പമില്ല, വരും ദിവസങ്ങളിൽ സത്യം തെളിയും. ഇത്രയും ഞാനിപ്പോൾ പറഞ്ഞില്ല. ഈ ഒരു വീഡിയോ ഒരു വാലില്ലാത്ത രീതി നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കട്ടെ. ഇപ്പം കുറച്ചും കൂടെ കാര്യങ്ങൾ കിട്ടുമ്പോൾ നിങ്ങളത് തീർച്ചയായിട്ടും അറിയിക്കുന്നതായിരിക്കും. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. വൈ ലവ് യു ഗൈസ്.